നമസ്കാരം. നമ്മുടെ വ്യക്തിപരമായ കാന്തിക ശക്തി അല്ലെങ്കിൽ ഓറ വർദ്ധിപ്പിക്കാനുള്ള 8 മനഃശാസ്ത്രപരമായ വഴികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ. ഈ ഓറ വൈബ്രേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇതൊരു പിടികിട്ടാത്തൊരു കാര്യമായി തോന്നാം, അല്ലേ? ശരിയാണ്, ഒരു മിസ്റ്റിക് ഫീൽ വരും. അതെ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 8 വഴികൾ ഓരോന്നായെടുത്ത് അതിൽ ശരിക്കും എന്താണ് പറയുന്നതെന്നും, അതായത് ഓരോ ജീവനുള്ള വസ്തുവിനും ചുറ്റും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് സയൻസ് തന്നെ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തകളും വികാരങ്ങളും പുറപ്പെടുവിക്കുന്ന ആ ഒരു എനർജി ഫീൽഡിനെയാണ് ഇവിടെ ഓറ എന്ന് സിമ്പിളായി വിളിക്കുന്നത്. നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ ഈ എനർജിയും മാറും. അതാണ് ബേസിക് ഐഡിയ. ഓക്കെ. അപ്പോൾ ഇതൊരു മാന്ത്രിക വിദ്യയല്ല. അല്ല. നമ്മുടെ ഉള്ളിലെ ചിന്തകളും ഫീലിംഗ്സും നമ്മുടെ പ്രവൃത്തികളിലൂടെ പുറത്തേക്ക് വരുന്നതിനെക്കുറിച്ചാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിലെ ആദ്യത്തെ പോയിന്റ് അത് തുടങ്ങുന്നത് ഏറ്റവും പുറമേയുള്ള ഒരു കാര്യത്തിൽ നിന്നാണ്. അതെ. നേത്രബന്ധം, ഐ കോണ്ടാക്ട്. അതെ, സംസാരിക്കാതെ തന്നെ ആത്മവിശ്വാസം കൈമാറാനുള്ള ഏറ്റവും പവർഫുള്ളായ ഒരു വഴിയാണത്. ശരിയാണ്. കാരണം കണ്ണുകൾ നമ്മുടെ ഉള്ളിലേക്കു തുറക്കുന്നൊരു വാതില് പോലെയാണല്ലോ. മറ്റൊരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. എന്താണത്? ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് സത്യമാണ്, എനിക്കൊന്നും ഒളിക്കാനില്ല എന്ന്. ഇത് വിശ്വാസം കൂട്ടും. പക്ഷേ പലർക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കുപോലും ചിലപ്പോഴൊരു അസ്വസ്ഥത തോന്നാറുണ്ട്. അത് സ്വാഭാവികമാണ്. ആ ഒരു ബുദ്ധിമുട്ട് മറികടക്കാൻ ഉറവിടത്തിലെ ഒരു ചെറിയ ടെക്നിക് പറയുന്നുണ്ട്. ആഹാ. ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് തുരിച്ചു നോക്കുന്നതിനു പകരം അവരുടെ കണ്ണിന്റെ നിറം എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. കൊള്ളാം, അത് നല്ലൊരു ഐഡിയ ആണല്ലോ. കണ്ണിന്റെ നിറം ബ്രൗൺ ആണോ കറുപ്പാണോ എന്നൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അതെ, നമ്മുടെ ഫോക്കസ് ആ അസ്വസ്ഥതയിൽ നിന്ന് മാറും. നോട്ടം കുറച്ചുകൂടെ നാച്ചുറൽ ആവും. ഞാനിതൊന്ന് പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, തുരിച്ചു നോക്കി പേടിപ്പിക്കരുത്, അല്ലേ? അത് തന്നെ. നോട്ടം സൗമ്യമായിരിക്കണം. ഒരു ചെറിയ പുഞ്ചിരി കൂടി ഉണ്ടെങ്കിൽ സംഗതി ഉഷാറാവും. ശരിയാണ്. ഇനി കണ്ണുകളിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരാം. രണ്ടാമത്തെ പോയിന്റ് അതാണ്. ആത്മവിശ്വാസമുള്ള ശരീരഭാഷ, ബോഡി ലാംഗ്വേജ്. അതെ. കൂനിയിരുന്ന് തോളുകൾ താഴ്ത്തി സംസാരിക്കുന്ന ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ആത്മവിശ്വാസക്കുറവ് ഫീൽ ചെയ്യും. തീർച്ചയായും. ഇതിനെ മറികടക്കാൻ കൂടുതൽ ഇടമെടുക്കുക, അതായത് ടേക്ക് മോർ സ്പേസ് എന്നൊരു നിയമത്തെക്കുറിച്ച് വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. അതെന്താണ്? ഇവിടെയാണ് ഏറ്റവും രസകരമായ ഒരു കാര്യമുള്ളത്. ഓക്കെ. നമ്മുടെ ശാരീരികമായ ഒരു മാറ്റം അത് നമ്മുടെ ഉള്ളിലെ കെമിസ്ട്രിയെ തന്നെ മാറ്റുന്നു എന്നാണ് പറയുന്നത്. ഹോർമോണുകളെക്കുറിച്ചാണോ? അതെ. നെഞ്ചുവിരിച്ച് തലയുയർത്തി നിൽക്കുന്ന പവർ പോസുകൾ നമ്മുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ, അതായത് ആത്മവിശ്വാസത്തിന്റെ ഹോർമോൺ, അത് വർദ്ധിപ്പിക്കും. അതുപോലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കുകയും ചെയ്യും. ഇത് പഠനങ്ങൾ തെളിയിച്ചതാണ്. അപ്പോ ഇത് വെറുതെ മറ്റുള്ളവർക്ക് തോന്നുന്നൊരു കാര്യം മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ശരിക്കും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. എക്സാക്ട്ലി. ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത് നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോണാണ്. ഒരു അപകടം വരുമ്പോൾ ശരീരം നമ്മളെ രക്ഷിക്കാനുണ്ടാക്കുന്ന ഒന്നാണിത്. ശരി. പക്ഷെ നമ്മൾ കൂഞ്ഞിയിരിക്കുമ്പോൾ, ഒരു ഭീഷണിയുമില്ലാത്ത സാഹചര്യത്തിൽ പോലും നമ്മുടെ ശരീരം ഈ സ്ട്രെസ് ഹോർമോൺ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓക്കേ. നിവർന്നിരിക്കുമ്പോൾ നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന സിഗ്നൽ ഞാൻ സേഫാണ്, ഞാൻ കൺട്രോളിലാണ് എന്നാണ്. ആ ഒരു സന്ദേശമാണ് കോർട്ടിസോൾ കുറയ്ക്കുന്നത്. ഇതൊരു ഫീഡ്ബാക്ക് ലൂപ്പ് പോലെയാണ്. ശരീരം മനസ്സിനെ സ്വാധീനിക്കുന്നു. മനസ്സ് നമ്മുടെ ഓറയെയും. അപ്പോ ഈ 8 വഴികളും ഒരു പ്രത്യേക ഓർഡറിലാണെന്ന് തോന്നുന്നു. ഏറ്റവും പുറമേ നിന്ന് തുടങ്ങി പതിയെ ഉള്ളിലേക്ക് പോവുകയാണ്. അതെ. അടുത്തത് നമ്മുടെ ഊർജവും വൈബ്രേഷനുമാണ്. ഒരു സംശയം. ഈ വൈബ്രേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇതൊരു കപടശാസ്ത്രമല്ലേ എന്ന് തോന്നാം. എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? നല്ല ചോദ്യമാണ്. ഇവിടെ വൈബ്രേഷൻ എന്നത് ഒരു സയൻസിന്റെ വാക്കല്ല. ഓക്കേ. നമ്മുടെ ഒരു വൈകാരികാവസ്ഥയെ, നമ്മുടെ ഒരു ഫീലിങ്ങിനെ പറയാനുള്ളൊരു വാക്ക് മാത്രമാണ്. ഒരു രൂപകം. അതായത് നമ്മുടെ മൂഡ്. അത്രയുള്ളൂ. ഉയർന്ന വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും എനർജറ്റിക്കുമായ ഒരു മാനസികാവസ്ഥ. താഴ്ന്ന വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവും തളർന്നതുമായ അവസ്ഥ. മനസ്സിലായി. ഈയൊരു എനർജി ഉയർന്ന നിലയിൽ നിർത്താൻ 3 ശീലങ്ങളെക്കുറിച്ചും ഉറവിടത്തിൽ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ്? 1. പോസിറ്റീവ് ചിന്തകളും വികാരങ്ങളും. ഞാൻ എൻ്റെ ജീവിതത്തിലെ പോസിറ്റിവിറ്റിയുടെ കേന്ദ്രമാണ് എന്നൊക്കെ രാവിലെ കണ്ണാടി നോക്കി പറയുന്നത് നല്ലതാണ്. അഫർമേഷൻസ്. അതെ. 2. ദീർഘമായ ശ്വാസമെടുക്കൽ. ടെൻഷൻ തോന്നുമ്പോൾ നല്ല എനർജി ഉള്ളിലേക്കെടുക്കുന്നതായും
മോശം എനർജി പുറത്തുവിടുന്നതായും സങ്കൽപ്പിച്ച് ശ്വാസമെടുക്കുന്നത് ഇൻസ്റ്റന്റായി നമ്മുടെ മൂഡ് മാറ്റും. മൂന്നാമത്തേതോ? നെഗറ്റീവ് ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. പക്ഷെ അത് പ്രായോഗികമായി എത്രത്തോളം പറ്റും? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോ അടുത്ത ബന്ധുക്കളോ അങ്ങനെയുള്ളവരാണെങ്കിൽ അവരെ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ശരിയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെപ്പറ്റി ഉറവിടം എന്തെങ്കിലും പറയുന്നുണ്ടോ? നേരിട്ട് പറയുന്നില്ലെങ്കിലും അതിനൊരു വഴിയുണ്ട്. ഇവിടെ അകലം പാലിക്കുക എന്നതിനർത്ഥം അവരെ ഉപേക്ഷിക്കുക എന്നല്ല, മറിച്ച് വൈകാരികമായൊരകലം, ഒരു ബൗണ്ടറി വയ്ക്കുക എന്നതാണ്. ഓക്കേ, അവരുടെ നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കാൻ അനുവദിക്കാതിരിക്കുക. അതെ, ഒരു സംഭാഷണം നെഗറ്റീവായി പോവുകയാണെങ്കിൽ വിഷയം മാറ്റുക, അല്ലെങ്കിൽ സംഭാഷണം വേഗം നിർത്താൻ ശ്രമിക്കുക. നമ്മുടെ എനർജി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ശരിയാണ്. നമ്മുടെ ഊർജം സംരക്ഷിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ തനിമ നിലനിർത്തുന്നതും. അതുതന്നെ. അതാണ് നാലാമത്തെ പോയിന്റിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ആധികാരികമായിരിക്കുക. ബി ഒതന്റിക്. തീർച്ചയായും. മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കുന്നതിനേക്കാൾ വലിയൊരു ആകർഷണക്കുറവില്ലെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മുടെ എനർജിയിൽ ഒരു പൊരുത്തക്കേടുണ്ടാകും, ഒരു മിസ്മാച്ച്. അതെ, അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് കിട്ടും. അതെ. ആധികാരികമാകാനുള്ള വഴികളായി ഉറവിടം പറയുന്നത് ഇവയാണ്. ഒന്ന്, സ്വയം അംഗീകരിക്കുക. നമ്മുടെ കഴിവുകളെയും കുറവുകളെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കുക. ഓക്കേ. 2, നമ്മുടെ തനിമയെ ആഘോഷിക്കുക. ഓരോരുത്തരിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടാകും. ചിലപ്പോൾ ചിരിയായിരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയായിരിക്കാം. അതിനെ മറച്ചുവെക്കരുത്. അതെ, അതിന് പുറത്തു കൊണ്ടുവരിക. മൂന്നാമത്തേത്, താരതമ്യം ഒഴിവാക്കുക. അത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. അതെ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഹൈലൈറ്റ്സുമായി നമ്മുടെ സാധാരണ ദിവസങ്ങളെ താരതമ്യം ചെയ്യരുത്. അത് നമ്മുടെ ആധികാരികതയെ ഇല്ലാതാക്കും. ശരിയാണ്. നമ്മുടെ തനിമ നിലനിർത്തുന്നത് പ്രധാനം. എന്നാൽ നമ്മളായിരിക്കുന്നത് പോലെ മറ്റുള്ളവരെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതും പ്രധാനമല്ലേ? വളരെ പ്രധാനമാണ്. അതാണ് അടുത്ത പോയിന്റിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. ആർട്ട് ഓഫ് ലിസ്ണിംഗ്. എല്ലാവരും സ്വന്തം കാര്യം പറയാൻ തിരക്ക് കൂട്ടുന്ന ഈ ലോകത്ത്, അതെ, മറുപടി പറയാൻ വേണ്ടി കേൾക്കാതെ മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുന്ന ഒരാൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ സംസാരിക്കുമ്പോൾ ഫോണിൽ നോക്കിയിരിക്കുന്ന ഒരാളോടാണോ അതോ നമ്മൾ പറയുന്നത് കണ്ണിൽ നോക്കി ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരാളോടാണോ നമുക്ക് കൂടുതൽ അടുപ്പം തോന്നുക? തീർച്ചയായും കേൾക്കുന്ന ആളോട് തന്നെ. ആ ഒരു ശ്രദ്ധ, അതാണ് ഈ പറയുന്ന കാന്തിക ശക്തിയുടെ ഒരു പ്രധാന ഭാഗം. അതെ, നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധയാണ്. ആ ഒരു നിമിഷത്തിൽ നമ്മൾ വാക്കുകളില്ലാതെ പറയുകയാണ്, നിങ്ങൾ എനിക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന്. ശരിയാണ്. അവർ സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കെങ്ങനെ തോന്നുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നത് ആ ബന്ധത്തെ കൂടുതൽ ആഴമുള്ളതാക്കും. കേൾക്കുന്നതുപോലെ തന്നെ പ്രധാനമാണല്ലോ പറയുന്നതും. ആറാമത്തെ പോയിന്റ് അതാണ്. ആശയവിനിമയ വൈദഗ്ധ്യം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ വാക്കുകൾ നമ്മുടെ ഊർജത്തിന്റെ കണ്ണാടിയാണെന്നാണ് പറയുന്നത്. അതെ, സംസാരം മെച്ചപ്പെടുത്താൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. 1, വാക്കുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, എനിക്കറിയില്ല അല്ലെങ്കിൽ എനിക്കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നതിന് പകരം ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ലെങ്കിൽ ഞാനിതൊന്ന് പഠിക്കട്ടെ എന്ന് പറയുന്നത്. ആ ഒരു പോസിറ്റീവ് മാറ്റം അല്ലേ? അതെ, അത് നമ്മുടെ ചിന്താരീതിയെയും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെയും മാറ്റും. 2, ശബ്ദത്തിലും ടോണിലും ശ്രദ്ധിക്കുക. വളരെ വേഗത്തിൽ സംസാരിക്കുന്നതിന് പകരം ശാന്തമായി വാക്കുകൾക്കിടയിൽ ചെറിയ ഇടവേളകൾ നൽകി സംസാരിക്കുന്നത് കേൾക്കുന്നയാൾക്ക് വിശ്വാസം നൽകും. മൂന്നാമത്തേതോ? ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക. സംസാരത്തിൽ അല്പം വികാരങ്ങളും സഹാനുഭൂതിയും കലർത്തുമ്പോൾ അത് കേവലം ഇൻഫർമേഷൻ പാസിംഗ് അല്ലാതായി മാറും. അപ്പൊ നമ്മള് ശരീരഭാഷയിൽ നിന്ന് തുടങ്ങി ഊർജം, ആധികാരികത, കമ്മ്യൂണിക്കേഷൻ, ഇതിലൂടെയൊക്കെ കടന്നുപോയി. ഇനി വീണ്ടും കുറച്ചുകൂടി പുറമെയുള്ളൊരു കാര്യത്തിലേക്ക് വരാം. 7-മത്തത്, വസ്ത്രധാരണാ രീതി. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. അത് വളരെ പ്രധാനമാണ്. ഒരു ഡ്രസ്സിന് എത്ര വിലയുണ്ടെന്നതിൽ കാര്യം അത് ധരിക്കുമ്പോൾ നമുക്കെന്ത് തോന്നുന്നു എന്നതിലാണ്. നിറങ്ങൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഉറപ്പായും. ചുവപ്പു ശക്തിയും നീല വിശ്വാസ്യതയും കറുപ്പ് നിഗൂഢതയുമൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കേ. നമുക്ക് സന്തോഷവും ഊർജവും നൽകുന്ന നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഓറയെ കൂടുതൽ ബ്രൈറ്റാക്കാൻ സഹായിക്കും. പിന്നെ എന്ത് ധരിച്ചാലും അത് വൃത്തിയുള്ളതും ശരീരത്തിന് പാകമായതും ആയിരിക്കണം. അത് നമ്മളെ തന്നെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. അതുതന്നെ. അപ്പോ ഇത്രയും നേരം പറഞ്ഞതിന്റെ എല്ലാം അടിത്തറയിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. 8-മത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിന്റ്, സെൽഫ് ലവ്.
സ്വയം സ്നേഹവും ആന്തരിക ആത്മവിശ്വാസവും. നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ആ എനർജി ഫീൽ ചെയ്യും. അതാണ് യഥാർത്ഥ മാഗ്നറ്റിസം. എല്ലാ ദിവസവും രാവിലെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് കണ്ണാടിയിൽ നോക്കി പറയുന്നത് ചിലർക്കെങ്കിലും അതൊരു മായി തോന്നില്ലേ? ഒരു മടി. അതെ, ആ ഒരു മടി എങ്ങനെ മറികടക്കാം? നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പെരുമാറുന്നത് പോലെ നമ്മളോട് തന്നെ പെരുമാറുക. ഓക്കെ. ചെറിയ വിജയങ്ങളിൽ സ്വയം ഒന്ന് തോളിൽ തട്ടുക. തെറ്റുകൾക്ക് ക്ഷമിക്കുക. ഈ അഫർമേഷൻസ് ഉറക്കെ പറയണമെന്നില്ല, മനസ്സിൽ ആവർത്തിച്ചാലും മതി. ഞാൻ യോഗ്യനാണ്, അല്ലെങ്കിൽ ഞാൻ എന്നിൽ സന്തോഷവാനാണ് എന്നൊക്കെയുള്ള ചിന്തകൾ. അതെ, അത് നമ്മുടെ ഉപബോധ മനസ്സിൽ പതിയെ പതിയെ വലിയ മാറ്റങ്ങൾ വരുത്തും. മറ്റൊരാളെ സന്തോഷിപ്പിക്കാനല്ല, സ്വയം പ്രകടിപ്പിക്കാനാണ് ജീവിക്കുന്നത് എന്ന ബോധ്യം വരുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് തനിയേ വരും. അപ്പോൾ വ്യക്തിപരമായ ആകർഷണീയത എന്നത് ഒറ്റ രാത്രി കൊണ്ട് നേടാവുന്ന ഒന്നല്ല. അല്ല, അത് പുറമേയുള്ള നേത്രബന്ധം, ശരീരഭാഷ എന്നിവയിൽ തുടങ്ങി ആന്തരികമായ ഊർജത്തിലൂടെയും ആശയവിനിമയത്തിലൂടെയും കടന്നുപോയി ഒടുവിൽ സ്വയം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. വളരെ ശരിയാണ്. ഈ 8 കാര്യങ്ങളും ഒറ്റപ്പെട്ട തന്ത്രങ്ങളല്ല, എല്ലാം കണക്റ്റഡാണ്. അതെ. ആത്മവിശ്വാസമുള്ള ശരീരഭാഷ നമ്മുടെ ഉള്ളിലെ എനർജിയെ കൂട്ടുന്നു. ശ്രദ്ധയോടെ കേൾക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ മെച്ചപ്പെടുത്തുന്നു. ആധികാരികത നമ്മുടെ വസ്ത്രധാരണയെ സ്വാധീനിക്കുന്നു. ശരിയാണ്. എന്നാൽ ഇവയുടെ എല്ലാം സെന്റർ പോയിന്റ് എന്നത് സ്വയം സ്നേഹവും ഉള്ളിൽ നിന്നുള്ള ആത്മവിശ്വാസവുമാണ്.